ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും ഈ ലോക നന്മകളും ആയുസ് ആരോഗ്യം എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവത്ഗീത 2-3 ഖണ്ഡിക നോക്കാം. 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തിൻ്റെ ആണ്. 15-ാം അധ്യായത്തിൽ നമ്മൾ 13ാമത്തെ ശ്ലോകം വരെ വായിച്ചു. നമുക്കിന്ന് അതൊന്നുകൂടെ ഓർമ്മിച്ചിട്ട് അടുത്ത 14ാമത്തെ വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം 12ാമത്തെയും 13ാമത്തെയും ശ്ലോകത്തിൽ ഭഗവാൻ പരമാത്മാവായ ജഗദീശ്വരൻ പുരുഷോത്തമനാണ്. ആ ഭഗവാൻ എന്താ പറയുക, ഈ ജഗത്തിനെ ആകെ യഥാദിത്വഗതം തേജോ ജഗൽഭാസയതേ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാം അകം. ഭഗവാൻ പറയുന്നു, ജഗത്തിനെ ആകെ ഈ ലോകം മൊത്തവും എന്ത് ചെയ്യുന്നു? പ്രകാശമാനമാക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അതായത് അഗ്നിയെയും നക്ഷത്രങ്ങളും നമുക്ക് വരെ തേജസ് ഉണ്ടാക്കി തരുന്നില്ലേ? അറിവ് കൂടുമ്പം തേജസ് ഉണ്ടാവുമല്ലോ. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ അത് കിട്ടും. പക്ഷെ എല്ലാവർക്കും അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനം ഉണ്ടാകും. അപ്പം ജ്ഞാനം അറിവാണ്. ഈ അറിവാണ് പരമേശ്വരൻ. അപ്പം നമുക്കും കുറച്ച് അറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും കുറച്ച് തേജസ്സും ഓജസ്സൊക്കെ കിട്ടും. അതുകൊണ്ട് പ്രകാശം അതാണ് നമുക്ക് കിട്ടുന്ന പ്രകാശം. പക്ഷെ സൂര്യനിലും ചന്ദ്രനിലും കിട്ടുന്ന പ്രകാശാഗ്നിക്കൊക്കെ നമുക്ക് ഈ ഇരുള് മാറുന്ന പ്രകാശം. അതുകൊണ്ട് ജഗത്തിനെ ആകെ പ്രകാശമാനമാക്കുന്ന സൂര്യൻ്റെ തേജസ് ഭഗവാൻ പറയുന്നത് എൻ്റെ തേജസ്സാകുന്നു, ആ പരമാത്മാവിൻ്റെ തേജസ്സാകുന്നു. അത് ചന്ദ്രനിലും അഗ്നിയിലും തേജസ് എൻ്റെ തേജസ് തന്നെയാണ്. ഭഗവാൻ പറഞ്ഞു, ഇതെന്തിൽ ഉണ്ടെങ്കിലും അതാ ജഗദീശ്വരനാകുന്ന അറിവാകുന്ന ഭഗവാന്റെ തേജസ്സാണ് സർവത്തിലും ഉള്ളത്. 13ാമത്തിൽ എന്ത് പറഞ്ഞു? ഗമാവിശ്യച ഭൂതാനി ധാരയാമ്യഹം ഓജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മക. ഭൂമിയിൽ പ്രവേശിച്ച് അതിൽ നിറഞ്ഞിരുന്നു കൊണ്ട്. അപ്പോൾ ഈ ഭൂമി ഭഗവാന്റെ തന്നെ പ്രകൃതിയാണ്. പ്രകൃതിയും പുരുഷനോട് ചേർന്നതാണല്ലോ ഈ നമ്മളിലെല്ലാം പ്രകൃതി അമ്മ മഹാമായ ദേവി പരാശക്തി നമ്മളിൽ കുണ്ടലിനി ശക്തിയായിട്ട് നമ്മളിലുണ്ട്. ആ പരംപിതാവും ഉണ്ട്. അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ ഇന്നത്തെ രണ്ടും നമ്മളിലുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഈ പ്രകൃതിയിൽ ഈ ഭൂമിയിൽ ഭഗവാൻ പരമേശ്വരൻ പിതാവ് അത് ഭാര്യയാകുന്ന പ്രകൃതിയാണ്. അപ്പോൾ ആ മഹാമായയായിരിക്കുന്ന ആ അമ്മയിൽ പ്രവേശിച്ച് ഇത് ഭൂമിയിൽ വന്ന് നിറഞ്ഞിരിക്കുക. ഈ പിതാവ് നിറഞ്ഞിരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? സർവഭൂതജാലങ്ങളിൽ താങ്ങി നിർത്തിയിരിക്കുന്നത് ഭഗവാൻ ഞാനാണ്. കൃഷ്ണൻ പറയുന്നു, ഈ താങ്ങി നിർത്തിയേക്കുന്ന നമ്മളെ മൊത്തവും ഇവിടെ താങ്ങി നിർത്തിയേക്കുന്ന ആ പരബ്രഹ്മൂർത്തി തന്നെയാണെന്ന്. നമുക്കെല്ലാം നിൽക്കാൻ പറ്റൂ തന്നെ. അതുപോലെ തന്നെ രസസ്വരൂപനായ ചന്ദ്രനായി ഭവിച്ചു. അപ്പോൾ ചന്ദ്രനിൽ നിന്നുകൊണ്ട് ഭാവിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സസ്യജാലങ്ങളെ പോഷിപ്പിക്കുന്നതും ഞാൻ തന്നെ. ഭഗവാൻ പറയുന്നു, കൃഷ്ണൻ പറയുന്നു, ആ പരബ്രഹ്മമാണ് കൃഷ്ണൻ്റെ ഉള്ളത്തിൽ. ഭഗവാൻ പറയുന്നു, ഞാൻ തന്നെ, കൃഷ്ണൻ തന്നെ. എന്താ കൃഷ്ണൻ? ആ പരമേശ്വരൻ ലോകനാഥനാണ് തന്നെ. ഇത്തരത്തിലാണ് യോഗികൾ എന്നെ കാണുന്നത്. സാധാരണക്കാർ അങ്ങനെ അറിയില്ല. ഈ ഭൂമിയിൽ പരമാത്മാവ് പ്രവേശിച്ച് നിന്നുകൊണ്ട് നമ്മളിൽ നിന്നുകൊണ്ട് നമ്മളെ താങ്ങിയെന്നോ ചന്ദ്രനിലും അഗ്നിയിലും സൂര്യനിലെല്ലാം തേജസ് കൊടുക്കുന്നെന്നോ അറിവില്ലാത്തവരെങ്ങനെ അറിയാനാ? ഇതിനാരാ അറിയുന്നത്? യോഗികൾ. എന്താ ഈ യോഗികൾ? ഇതൊക്കെ ഈ സാരം, അതായത് ഇതൊക്കെ വേദമാണ്. ഈ വേദമൊക്കെ മനസ്സിലാക്കി പഠിച്ച് അത് അങ്ങനെ ആയിത്തീരുമ്പോൾ അത് അനുഭവത്തിൽ കൂടെ അറിയുന്നു. അവർ മനസ്സിലാക്കുന്നു. അത് യോഗികൾക്കേ അറിയൂ. അത് ഭഗവാൻ അറിയാം. അല്ലാത്തവരെന്തറിയാം? പൊട്ടനെ പോലെ അവർ നേരം വെളുക്കുമ്പം ജീവിതമാർഗത്തിന് വല്ലതും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഇട്ടോലെ അധ്വാനിക്കും. എന്തെങ്കിലും വേവിച്ച് കഴിക്കും, കിടന്നുറങ്ങും. ഇങ്ങനെയുള്ള ജീവിതമല്ലേ? ഒരു പുരാണ കഥകളോ ഇതൊക്കെ എടുത്ത് പഠിക്കുകയോ ഒക്കെ ചെയ്യാതെ സാധാരണക്കാരെങ്ങനെ അറിയാനാ? അതുകൊണ്ട് യോഗികൾ എന്താണ്? അവർക്ക് ആവേശമായത് പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ. അങ്ങനെ അവർ മനസ്സിലാക്കി ധ്യാനത്തിൽ കൂടി ആ യോഗി എന്താണ്? പരമാത്മാവായി ലയം പ്രാപിച്ചു വരുന്ന യോഗം. അപ്പോൾ എന്താണ്? പരമാത്മാവ് എന്താ അവസ്ഥ? അത് ഈ യോഗി മനസ്സിലറിയാം. അതാണ് യോഗം.
യോഗം കൊണ്ട് ആ പരമാത്മാവ് ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് ആർക്കറിയാം? യോഗികൾക്കറിയാം. അത് ഭഗവാൻ അറിയാൻ നല്ലവണ്ണം. കാരണം പരമാത്മാവ് യോഗിയാ കൃഷ്ണൻ. അതുകൊണ്ട് ആദി യോഗിയല്ലേ പരമേശ്വരൻ. നമ്മൾ ശിവനെ എന്താ ആദിയോഗി എന്ന് പറയുന്നത്? ശിവനാരാ? ആ പരമാത്മാവാണ്. ഭഗവാൻ നാരായണനെന്നും ശിവനെന്നും ഒക്കെ നമ്മൾ പേര് പലത് പറയുന്നെങ്കിലും ഓരോ പേരിനും ഓരോ ഭാവം എടുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ സംഹാരമൂർത്തിയാകുമ്പോൾ ഒരു ഭാവം, രക്ഷിക്കാൻ വന്ന മഹാവിഷ്ണു ഒരു രൂപം, സൃഷ്ടിക്ക് ഒരു രൂപം. അതുകൊണ്ട് നമ്മൾ മൂന്നായി തരം തിരിച്ച് വെച്ചേക്കുന്ന ആളാരാണ്? ആ പരംപിതാവല്ലേ. അപ്പോൾ പരമേശ്വരൻ എന്ന് പറഞ്ഞാലും മഹാവിഷ്ണു എന്ന് പറഞ്ഞാലും എല്ലാം അത് തന്നെയാണ്. ആ ഈശ്വരൻ ജഗതീശ്വരൻ തന്നെയാണ്. അതിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം എടുത്ത കൃഷ്ണൻ പിന്നെ എന്ത് പറയണം? ആ പരമാത്മാവല്ലേ. അതുകൊണ്ട് ഞാനായവൻ തന്നെയാണ് ഈ ഭൂമിയിൽ പ്രവേശിച്ച് എല്ലാവരും താങ്ങി നിർത്തിയേക്കുന്നത്. അത് യോഗികൾക്ക് മാത്രം അറിയത്തുള്ളൂ. വേറെ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞാലും ഇത് ആരും ഉൾക്കൊള്ളും? ഇതിൽ 4, 5, 10 ആൾക്കാർ ഉൾക്കൊള്ളും. മറ്റവർ ഉൾക്കൊള്ളുന്ന അറിയില്ല. അവർ വായിച്ചു കേൾക്കും. വായിച്ച് കേട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിവില്ല. അവരത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ എന്ത് ചെയ്യും? എല്ലാം കേൾക്കും. ആസ്വദിച്ചിട്ട് അതിൻ്റെ അടുത്തത് പിന്നെ കേൾക്കും. മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും പോയി കേൾക്കും. എല്ലാം കേട്ട് ആസ്വദിക്കും. പക്ഷെ അങ്ങനെ ആയിത്തീരാൻ യോഗിയാവാൻ നിൽക്കണമെങ്കിൽ അത് ഈശ്വരൻ കൂടെ വിചാരിച്ചെങ്കിലേ പറ്റൂ. നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ എനിക്കൊരു യോഗിയാകണം. അതായത് ഭഗവാൻ 1000-ൽ ഒന്നേ ഉള്ളൂ അങ്ങനെ. കാരണം ഈ ലോക ചിന്തയെന്നെല്ലാം ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ഉള്ളത് തൃപ്തികരമാകണം. അങ്ങനെ തൃപ്തികരമാവുന്നവർക്ക് മാത്രമേ പരമാത്മ ലയം പ്രാപിക്കാൻ പറ്റൂ. ആ ലയത്തോട് ഇതൊക്കെ വികാരങ്ങളെല്ലാം അടക്കി, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി, ആഗ്രഹങ്ങളെല്ലാം നിന്ന് മനസ്സിനെ അടക്കി ഈശ്വരനിൽ ലയം പ്രാപിച്ച് യോഗിയാകുമ്പോൾ ഉള്ളത്തിൽ ഇതെല്ലാം പ്രസാദിച്ച് വരും. ഇതെല്ലാം മനസ്സിലറിയാം. ഇത് വായിക്കുമ്പോഴേ നമ്മൾ ഗ്രഹിക്കും. എന്തുകൊണ്ടാണ്? ആ യോഗി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊരു യോഗിയാവാൻ ശ്രമിക്കണം. എങ്ങനെയാ? ധ്യാനിക്കണം. ധ്യാനിച്ച് ലയം പ്രാപിച്ച് പരമാത്മാവും നാം ഒന്നായി തീരുമ്പോഴാണ് നമുക്കത് മനസ്സിൽ ഗ്രഹിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തറിയാം? കിട്ടിയതൊക്കെ മതി. എനിക്ക് ഒന്നും ഇത് എത്രത്തോളം എനിക്ക് ഉണ്ട്, ഇച്ചിരിയേ ഉള്ളൂ, അത് മതി. എനിക്ക് ഇച്ചിരി കഞ്ഞിയും ചോറേ ഉള്ളൂ, അത് മതി. ഇച്ചിരി ആത്മീയമായ അറിവുള്ള അതെനിക്ക് തൃപ്തികരമാണ്. എനിക്ക് അതിൽ കൂടുതൽ വേണ്ട. എല്ലാം സന്തോഷകരമാണ്. അതല്ലാതെ അപ്പുറത്തെ ഇപ്പുറത്തെയും അവിടെ പോയി കിട്ടണം ഇവിടെ പോയി കിട്ടണം പറയാണ്ട് കിട്ടേണ്ടനെ കിട്ടിയ പിന്നെ എങ്ങും ഓടി അത് വേണമെന്ന് പറയില്ല. കാരണം എവിടെ പോയാലും ഇത് കിട്ടണം. യഥാർത്ഥമായ ജ്ഞാനം ഉൾക്കൊണ്ട് മനസ്സിലാക്കിയത് തീരലാണ്. തീർന്ന പിന്നെ എവിടെ പെടുന്ന കാര്യം? നമുക്ക് കിട്ടിയ പിന്നെ എവിടെയെങ്കിലും പോകണോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട് പ്രയത്നിക്കൂ. എവിടെ ചാടി ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ തീരുമ്പോൾ ഒന്നും പിന്നെ വേണ്ട. കിട്ടിയതൊക്കെ ധാരാളം നിറഞ്ഞു. അതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ അറിവും വേണം. ഇതൊക്കെ മനസ്സിലാക്കുകയും വേണം. ഉള്ളകാലോ ഇത് വീണ്ടും 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 ഇങ്ങനെ വായിച്ച് സമയം 90, 100 കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണോ ഇത്, എന്നാൽ നമുക്ക് അങ്ങനെ തീരണം. അപ്പോൾ തന്നെ ഇത് ഇന്നങ്ങോട്ട് വായിച്ചാൽ ഇന്ന് തന്നെ നമുക്കത് ഗ്രഹിച്ചുകൂടെ? എനിക്കിത് ധ്യാനിക്കാതിരിക്കണം. അതല്ല അപ്പുറത്തെ സപ്താഹവും കേട്ട് ഇപ്പുറത്തെ സപ്താഹവും കേട്ട് എല്ലാം കേട്ട് നാളെ വേറൊന്ന് കേട്ടിരുന്ന ഇതായിത്തീരുന്ന എന്നാ? ഇന്നേ തുടങ്ങണം ധ്യാനം. എപ്പോഴും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വായിച്ച അറിവിനോടൊപ്പം തന്നെ നമ്മൾ ധ്യാനിക്കാണ്ടിരിക്കുന്ന യോഗി. കാരണം ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് നമുക്ക് അങ്ങനെ ആകാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നൊരു കാര്യമല്ല. കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃത്തിൻ്റെ ഉണ്ടെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ടൊന്നും കിട്ടുന്നില്ല. മരണം വരെ ധ്യാനിച്ചാലും കിട്ടില്ല. അടുത്ത ജന്മമെങ്കിലും കിട്ടണമെങ്കിൽ ഇന്നേ തുടങ്ങിക്കോണം. ചിലപ്പോൾ ഭഗവാന്റെ കരുണയും കൃപയും ഉണ്ടെങ്കിൽ കിട്ടും. അത്രമാത്രം നമ്മുടെ ഹൃദയ ശുദ്ധമായിരിക്കണം. എന്താ കിട്ടും. അത് നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. അല്ലാതെ ഒന്നും അറിയാണ്ട് ഞാനും ധ്യാനിക്കാതിരിക്കുന്നത് ധ്യാനിച്ചു അതും വെറുതെയാണ്. ഇതൊക്കെ ഗ്രഹിക്കണം. ഇത് ഗ്രഹിച്ചത് നമ്മുടെ മനസ്സിനെ മാറ്റി, നമ്മുടെ പ്രവൃത്തികളും എല്ലാം മാറ്റി, ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രണത്തിലാക്കണം, വധിക്കണം. ഇവിടെ നിൽക്കുന്ന ഇന്ദ്രിയമേ വേണ്ടാത്തത് കാണാൻ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ലോക ചിന്തകളാണ് വേണ്ടാത്തത്. ഈ ആത്മജ്ഞാനം നേടേണ്ടവർക്ക് അത് വേണ്ടാത്തതാണ്. അത് കാര്യങ്ങളൊക്കെ നിറഞ്ഞ് അതിൽ ഭ്രമിക്കാതെ എല്ലാം കണ്ടും ചെയ്തും ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. നമുക്കിപ്പോൾ ഒരു 40, 50 വയസ്സൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട പരമാത്മാവിലേക്ക് ലയം പ്രാപിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാതോരാതെ പറയാതിരിക്കുന്നത്. എങ്ങനെയാണ്? നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ 1, 2 പേർക്ക് മനസ്സിലായാൽ മതിയോ? എല്ലാവരും അല്പാൽപ്പം മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നത് ആരാ? ഇത് യോഗികൾ. അല്ലാത്തവർക്ക് വെറുതെയാ അവർ ഇത് വായിക്കും, ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെയാ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്തത് നോക്കും. ഇത് പിന്നെ ഇല്ല. അവർക്ക് ധ്യാനവും ഇല്ല, ഒന്നുമില്ല. ഇത് മനസ്സിലാക്കിയ ഗ്രഹിക്കത്തുമില്ല.
അത് ഭഗവാൻ തന്നെ ഭഗവാൻ അറിയാം. അത് അങ്ങനെ എന്നാൽ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇതൊരു ആർത്തി നമുക്ക് വേണം, നമ്മൾ ചിന്തിക്കണ്ടേ. നമുക്ക് ഇന്ന് 14 വായിക്കാം. ആർക്കെങ്കിലും ഇഷ്ടം തോന്നുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിന് തോന്നലിൽ നടക്കട്ടെ. നമ്മൾ ഈ ലോക ചിന്തയിലേക്ക് വിഷയം മായ നമ്മളെ ചുറ്റിപ്പറ്റി അങ്ങനെ ഭ്രമിപ്പിച്ച് കൊണ്ട് പൊയ്ക്കളയും. നമ്മൾ പിടിച്ചു വെച്ചേ പറ്റൂ. എനിക്ക് വൈരാഗ്യം എന്താ, എനിക്ക് ഇത് ഇങ്ങനെ വേണം, എനിക്ക് ഇത്രയും വയസ്സൊക്കെ, എനിക്ക് ഇനി ഭഗവാനെ അറിയണം. അത് നമ്മളെ താല്പര്യപ്പെട്ട് വൈരാഗ്യം കൊണ്ട് നമ്മൾ എനിക്ക് ഇത് മതി, ഞാൻ ഭഗവത്ഗീത വായിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ രാമായണം വായിക്കത്തേ, എല്ലാത്തിലും സത്ത, ഒരേ സത്ത. അപ്പോൾ അങ്ങനെ ഒരു മനസ്സുകൂടെ വന്നാൽ എന്തേലും ഭഗവാൻ ഉള്ളത്തിരുന്ന് മനസ്സിലാക്കി തരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആഗ്രഹം, അയ്യോ അതിന് ഇത്രയും ആഗ്രഹം, ആർത്തി ഉള്ളവർക്കല്ലേ കൊടുക്കൂ, ആർത്തി ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടുത്തുന്നല്ലേ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കിത് 14 വായിക്കാം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ജീവികളുടെ ശരീരത്തിൽ പ്രാണാഗ്നി രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാണികളെ, അത് ഇന്ന പ്രാണി എന്നില്ല, മൃഗമായാലും പക്ഷിയായാലും അവർക്കും ആഹാരം കഴിക്കണം, ദഹിപ്പിക്കണമല്ലോ. എന്തിപ്പോൾ ആടുകൾ ഇലകൾ തിന്നും, പശുക്കൾ പോച്ചയൊക്കെ തിന്നും. അവരുടെ ദേഹത്ത് ഇരുന്ന് ഭഗവാൻ അതിൻ്റെയൊക്കെ ദഹിപ്പിക്കണ്ടേ. അപ്പം നമുക്ക് മാത്രമല്ല, സർവ്വ പ്രാണികൾക്കും, ഈശ്വരൻ്റെ മക്കളാണ് എല്ലാവരും, നമ്മളെപ്പോലെ തന്നെയാണ്. എല്ലാ പ്രാണികളിലും ശരീരത്തിലും പ്രാണാഗ്നി, അത് ഈ ആഹാരം കഴിക്കുന്നത് ദഹിപ്പിക്കുന്ന പ്രാണാഗ്നി രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ച് എന്ത് ചെയ്യുന്നു? പ്രാണൻ അപാനൻ എന്നീ വായുക്കളോടുകൂടി ചേർന്ന് ശ്വാസോച്ഛ്വാസം ചെയ്ത പ്രാണ അപാനൻ, കാരണം എടുക്കുന്നത് പ്രാണനെങ്കിൽ വിടുന്നത് നിശ്വസിക്കുന്ന അപാനൻ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മളെ ഓരോ ജീവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചെയ്യിക്കുന്നത് ആരാ? ഭഗവാൻ പരമേശ്വരനാണ്. പരമേശ്വരൻ അല്ലാതെ ഒന്നെ കൊണ്ട് സാധ്യമല്ല. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നാൽ ശ്വാസകോശത്തോട്ട് കയറിപ്പോൾ പിന്നെ ജീവിതം ഉണ്ടോ? ശ്വാസം മുട്ടി അപ്പോഴേ തീരത്തില്ലേ? ഭഗവാന്റെ കരുതൽ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കണം. അബദ്ധത്തിൽ തന്നെ ചിലപ്പോൾ ചിലർ വല്ല ശ്രദ്ധ മാറിയങ്ങനെ ചവച്ചിറക്കുന്ന കയറി കുഞ്ഞുങ്ങളുടെയൊക്കെ ശ്വാസകോശത്തിൽ പോകുമ്പോൾ അവിടെ ഉടനെ കൊണ്ട് ഓടി ആസ്പത്രി കൊണ്ട് പോകുന്ന ചിലർ രക്ഷപ്പെടും, ചിലർ രക്ഷപ്പെടും. എവിടെ ഒരു കൊച്ചു ഇഡ്ഡലി നിന്ന് മരിച്ചിട്ടുണ്ട്, ഓർക്കാപ്പുറത്തം കണ്ട് ഇഡ്ഡലി കണ്ട് തടഞ്ഞ്. അപ്പോൾ എന്തെല്ലാം രീതിയിലാണ് ഭഗവാൻ നമുക്ക് ശരീരം ഉണ്ടാക്കി തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണ അപാനൻ എന്നീ വായുക്കളോട്, ശ്വാസം വായുവല്ലേ, ആ വായുക്കളോടുകൂടി ചേർന്ന് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചതുർവിധമായ, എന്താ ചതുർവിധം? നാല് വിധമായ അന്നത്തെ, അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം. നമ്മൾ എന്ത് ആഹാരം, വെള്ളമായാലും ലേഹ്യമായാലും കുഴമ്പ് രൂപത്തിലായാലും അല്ലെങ്കിൽ അരച്ച് ചവച്ചിറക്കുന്ന കട്ടി സാധനങ്ങളായാലും കറികളെല്ലാം കൂട്ടി പുരട്ടി മൃദുവായി ഒന്ന് രണ്ട് ചവച്ചൊക്കെ ഇറക്കുമല്ലോ, അങ്ങനെയാ. കാരണം ചിലത് ശരിക്കും ചവച്ചെങ്കിലേ നമുക്ക് അത് അരഞ്ഞ് ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് 4 വിധ ആഹാരം ഇത് പറയാം. അതായത് ഭക്ഷ്യം, ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, പേയം. അപ്പോൾ ഭക്ഷ്യം എന്ന് പറയുന്നത് നന്നായിട്ട് ചവച്ചരയ്ക്കണം. നമ്മൾ തേങ്ങയൊക്കെ വെച്ച് ചവച്ചാൽ വെറുതെ ഇറങ്ങാൻ പറ്റുമോ? കട്ടിയല്ലേ. അതേസമയം ചോറിനകത്തോ ഇതിനകത്ത് വെച്ച് കറി ഒഴിച്ച് കുഴച്ചാൽ നമുക്ക് പെട്ടെന്ന് 2-3 ചവച്ചിട്ടൊക്കെ അങ്ങ് ഇറക്കാം. ചിലർ മെഴുകിയൊക്കെ അങ്ങ് ഇറക്കാം, ചിലർ ശരിക്കും അത് നന്നായിട്ട് ചവച്ചരയ്ക്കുക. എങ്കിലും ഇത് രണ്ടും 2 തരമാണ്. ഇപ്പം നട്സ് കപ്പലണ്ടിയൊക്കെ തിന്നുന്നത് എങ്ങനെയാണ്? നന്നായിട്ട് ചവച്ചരയ്ക്കണം, വെറുതെ മുറിച്ചങ്ങ് ഇറക്കാൻ പറ്റത്തില്ല. അത് ചവച്ചരച്ച് തന്നെ പാല് പോലെ അങ്ങ് അരയും. അതേസമയം ചോറ് കറി ഒഴിച്ച് കുഴച്ചാൽ അത് അങ്ങനെ വേണ്ടല്ലോ, അതങ്ങ് ഇറങ്ങിക്കോളും. ലേഹ്യം കുഴമ്പ് രൂപത്തിലുള്ളത്, പിന്നെ പേയം വെള്ളം, അതായത് ദ്രാവക രൂപത്തിലുള്ളത്, ഇപ്പം ജ്യൂസ്, ഇപ്പം നാരങ്ങ വെള്ളം, ചായ, ഇങ്ങനെയുള്ള കരിക്കും വെള്ളം, എന്തെങ്കിലും വെള്ളങ്ങളാണ്, അതാണ് പേയം. ഇങ്ങനെയുള്ള 4 രീതിയിലുള്ള അന്നം, നമ്മളുടെ ആഹാരം, ഇതെല്ലാം ദഹിപ്പിക്കുന്നു ഭഗവാൻ. നമ്മുടെ പ്രാണനും അപാനനോട് ചേർന്ന് വായുക്കളോട് കൂടി നമ്മുടെ ദേഹത്തിൽ പ്രവേശിച്ച് ഈ 4 വിധത്തിലുള്ള ആഹാരത്തിനെ ഭഗവാൻ പരമേശ്വരൻ നമുക്ക് വേണ്ടുന്ന എല്ലാ എങ്ങനെ വേണം ദഹനം. പിന്നെ നമുക്ക് ചില കർമ്മവാസന കൊണ്ട് എന്തെങ്കിലും നമ്മൾ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തോ, ദുഷ്കർമ്മം ചെയ്തോ, നമുക്ക് രോഗങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മമേ ചെയ്തതിൻ്റെ ആ രോഗമായിട്ട് വന്നിരിക്കും. അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല.
അത് നമ്മുടെ ചില പ്രവൃത്തി ദോഷം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഈശ്വരൻ ഒന്നും വരുത്തുന്നില്ല. ഈശ്വരൻ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചേക്കുക ഇതേ രൂപത്തിൽ തന്നെ. നമ്മളാണ് ഇതിനെ മാറ്റം പിടിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ വന്ന് നമ്മളെ കൈ ഒന്ന് ഒടിഞ്ഞ്, അപ്പം നമ്മൾ ചിന്തിച്ചോണം, അറിവില്ലാത്തവർ ചിന്തിക്കാൻ അറിയില്ല. അറിയുന്നവരെന്തോ വിചാരിക്കണം, ഓ ഞാൻ എന്നോ ഈ ജന്മം ചെയ്തില്ലെന്ന് അറിയാം. അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ചിറക് കണ്ടിച്ച്, അപ്പോൾ എൻ്റെ കൈതാ പോയി. അതല്ലെങ്കിൽ നമ്മൾ ഈ ജന്മം, ഞാൻ ഈ ജന്മം ഒന്നും ചെയ്തില്ലല്ലോ ഭഗവാനെ, എന്താ എൻ്റെ കൈ ഒടിഞ്ഞത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ കഴിഞ്ഞ ജന്മം ഏതോ പട്ടിയുടെയോ കോഴിയുടെയോ ആരുടെയും കാലങ്ങൾ തല്ലി ഒടിച്ച് കാണും. അല്ലെങ്കിൽ ഈ കിളികളെ പിടിച്ച് ചിറക് കണ്ടിച്ച് കൂട്ടിലടയ്ക്കും. അത് മഹാപാപമാണ്. അവർക്ക് അവരുടെ സൃഷ്ടിച്ചേക്കുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനല്ല. നമ്മൾ അതൊക്കെ പാപമാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും നമ്മൾ ഇഷ്ടംപോലെ ആഹാരം കൊടുക്കുന്നില്ലയോ, അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ. ഒരിക്കലുമല്ല. നമുക്ക് ഗോക്കളെ പോലും അങ്ങനെ പിടിച്ച് കെട്ടിയിട്ട അവകാശം. അതിനെ നമ്മൾ നാട്ടുകാരുടെ ധാന്യങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ കെട്ടിയിടുന്നു. എങ്കിലും നമ്മൾ അതിനെ ദൂരെ ഒത്തിരി നടക്കാണ്ടെടുക്കാനൊക്കെ നമ്മൾ അയ്യത്തൊക്കെ അഴിച്ച് കെട്ടുകയും വേണ്ടത് കൊടുക്കുകയോ ചെയ്യുന്നു. അത് തന്നെ തെറ്റാണ്. അവരുടെ സ്വാതന്ത്ര്യം എന്താ വെച്ചാൽ അതിന് വിടുക ചെയ്യുക. ഇവിടെ മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ കാര്യത്തിനാണ് ഇതൊക്കെ ചെയ്തെങ്കിലും ഒരു കിളിയെ കൊണ്ട് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. അതിന് പാല് തരത്തില്ല. പിന്നെ എന്തിനാ ഈ തത്തയും അങ്ങനെയുള്ള കിളികളൊക്കെ പിടിച്ച് ചിറക് കണ്ടിച്ച് അതിനെ അങ്ങനെ അധോഗതിയാക്കുന്നത്? ഒരു കൂട്ടിലിട്ട് അതിൻ്റെ ആഗ്രഹമൊക്കെ അതൊന്നും പറക്കണ്ടേ? അതിനോടുള്ള സ്നേഹം കൊണ്ട് അതിൻ്റെ കൂട്ടുകാരോടൊക്കെ ചേർന്ന് അതിന് കളിക്കുകയും പറക്കുകയൊക്കെ വേണ്ടേ? അപ്പോൾ അത് തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചെയ്യുന്ന പാപങ്ങളാണ്. നമ്മൾ ആ ജന്മം അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ നമുക്കും കൈയും കാലൊക്കെ ഒടിഞ്ഞൊക്കെ കിടക്കും. ചിലപ്പോൾ ജന്മനാ തന്നെ കൈ ഇല്ലാതെയും കിടക്കും, രണ്ട് കൈ ഇല്ലാതെയും കിടക്കും, ചിലർക്ക് ഒരു കൈ. ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. സൃഷ്ടികർത്താവിന് ഒരു അബദ്ധവും പറ്റത്തില്ല. സൃഷ്ടികർത്താവിന് യാതൊന്നും പറ്റില്ല. പക്ഷേ കർമ്മവാസന നമ്മളാണ് കർത്താവ്. നമ്മൾ ചെയ്ത ദോഷകർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭാണ്ഡക്കെട്ടും കൊണ്ട് നമ്മൾ അടുത്ത ശരീരം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഭഗവാനെ ഇനിയെങ്കിലും ഇത് അറിഞ്ഞുകൂടായിരുന്നല്ലോ, ഇപ്പോൾ എങ്കിലും ഇത്രയെങ്കിലും എനിക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് ഇനിയെങ്കിലും ഒരു കർമ്മവും ഭഗവാനെ ദോഷം ചെയ്തുകൂടാ. നമുക്കെപ്പോഴും ഈശ്വരാർപ്പണമായി തന്നെ വേണം സർവ്വജോലിയും ചെയ്യാനും. അപ്പോൾ അഥവാ ഒരു തെറ്റ് വന്നാലും നാം ചെയ്തില്ലല്ലോ, അങ്ങാണല്ലോ ചെയ്തത്, അങ്ങൻ്റെ ഉള്ളിലിരുന്ന് അങ്ങാണ് ചെയ്തത്, ഭഗവാനാണ് ചെയ്തത്. നമ്മൾ സമർപ്പിക്കുക. ഒരു കർമ്മവും നമ്മൾ ചെയ്യുന്നില്ല, എല്ലാം ഈശ്വരനാണ്. എനിക്കിതിന് ഫലവും വേണ്ട, അത് ആഗ്രഹമില്ലാതെ ഇച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നു. ആര് ചെയ്യുന്നു? ഈശ്വരൻ, ജഗതീശ്വരൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ വരും. നമ്മൾ ചിലപ്പം പിന്നെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ ചില ദോഷങ്ങൾ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഒന്നിലും ആഗ്രഹവുമില്ല, നമ്മളൊട്ട് ചെയ്യുന്നുമില്ല. നമ്മൾ ആര് ചെയ്യൂ? നമ്മുടെ ഉള്ളത്തിലെ ഈശ്വരനാണ്. ഈശ്വരനെ കുറി പിടിച്ച് വെച്ച് ഭഗവാനെ എല്ലാം അങ്ങനെ സമർപ്പിക്കുന്നു. എൻ്റെ വീടോ എൻ്റെ നാടോ എൻ്റെ മക്കളൊന്നും എനിക്കില്ല, എല്ലാം അങ്ങയുടെയാണ്. അങ്ങിൽ ഞാനെല്ലാം സമർപ്പിക്കുന്നു. അങ്ങെല്ലാം കാത്തുകൊള്ളണമേ, എല്ലാം അവിടെ സമർപ്പിക്കുവാണേ, അങ്ങ് രക്ഷകനാണ് എന്ന് നമ്മൾ സമർപ്പിച്ചാൽ ചിലപ്പോൾ ഒരു ജീവജാലത്തെ ഒന്ന് അടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് ഒന്ന് ചത്തുപോയാലും അത് നമ്മുടെ ധ്യാനത്തിൽ, യോഗാഗ്നിയിൽ എല്ലാ പാപവും പോകും. അതിന് നമ്മൾ യോഗം വേണമെന്ന് പറയുന്നത് ധ്യാനം. ഒരു ജീവജാലങ്ങൾ അങ്ങനെ അഥവാ അങ്ങനെ സംഭവിച്ചു പോയാലും, അല്ലെങ്കിൽ ഒരു തെറ്റ് പറഞ്ഞു പോയാലും, ദോഷകർമ്മങ്ങൾ ചെയ്തു പോയാലും, എപ്പോഴും യോഗാഗ്നിയിലിരിക്കുന്ന ധ്യാനത്തിൽ ലയിച്ച് ആ അഗ്നിയിൽ ഇങ്ങനെ മുഴുകി ശരീരം മൊത്തം അഗ്നിയെ തിളങ്ങിയിരിക്കുന്ന ഒരു യോഗിക്ക് എന്താ കാരണം? നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് ഭഗവാനായിട്ട് ചെയ്യും. തെറ്റ് വന്നുപോയി നമ്മൾക്കെപ്പോഴും എന്താ ചിന്ത? ധ്യാനമാണ്, യോഗിയാണ്. അപ്പോഴെല്ലാം ഉള്ളത്തിലേക്ക് അത് ചെയ്തു ചിന്ത വരത്തില്ല. കാരണം ചെയ്തത് പരമാത്മാവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളതിൽ എന്താ ഉള്ളത്? അഗ്നി ജ്വലിക്കുക, ധ്യാനമാണ്. അഗ്നിയിൽ ലയിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ കർമ്മത്തിൻ്റെ ഒരു വാസന നമ്മളിൽ കുടികൊള്ളത്തില്ല. അങ്ങനെ നമുക്ക് കർമ്മവാസന അറ്റുപോകാൻ പറ്റും. അപ്പോൾ ധ്യാനം, ഒരു യോഗിക്ക് ഒരു നിന്ദ്യകർമ്മം ചെയ്താലും അത് ഏക്കത്തില്ല, അതിൻ്റെ വാസന വരത്തില്ല. അത് ഭഗവാനിൽ അർപ്പിക്കുക. എല്ലാം ഈശ്വരാർപ്പണമായ നല്ല കർമ്മവും അതിന് എന്തെങ്കിലും ഇല്ലാത്ത നിന്ദ്യകർമ്മവും ഇടയ്ക്ക് വന്നു പോയാലും നല്ല കർമ്മത്തിനും ഫലം വേണ്ട, നീചകർമ്മത്തിനും ഫലം വേണ്ട. ഒന്നും ഈശ്വരാർപ്പണമായി ചെയ്യുന്നു, ഒന്നിനും ഫലം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിന് വാസന അടക്കണം? അതുകൊണ്ടാണ് നമുക്ക് എത്രമാത്രം ഇത് അറിഞ്ഞാൽ എത്ര ഒരു ഭാഗ്യം. ഇത് അറിഞ്ഞില്ലേ നമ്മൾ അറിയൂ. ഇത് അറിഞ്ഞാൽ നമുക്ക് എനിക്കും ഇങ്ങനെ വേണം, എനിക്കിൻ്റെ കർമ്മങ്ങളെ വാസന വേണ്ട, എൻ്റെ കർമ്മങ്ങളെല്ലാം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്നിലിരിക്കുന്ന പരമാത്മാവാണ് ചെയ്യുന്നത്, ഞാനെല്ലാം ഭഗവാൻ അർപ്പിക്കുന്നു, എനിക്ക് പ്രാർത്ഥന, എനിക്ക് ഭഗവാനിൽ ഇരുന്ന് ചേർന്ന് ലയിച്ചാൽ മാത്രം മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാം. നമുക്കൊരു യോഗിയാകാം. നമ്മളെ കർമ്മങ്ങളെല്ലാം നല്ല സൽക്കർമ്മങ്ങളായി മാറും. ഒരു പന്നകർമ്മം ചെയ്താലും അത് പന്നകർമ്മമല്ല,
അത് നമ്മുടെ യോഗാഗ്നി നമ്മൾ അതിൻ്റെ വാസന അവിടെ ഇരിക്കത്തില്ല, അത് നശിച്ചു പോവും. കാരണം അത് ചിന്തയൊക്കെ മനസ്സെല്ലാം പരമാത്മ ലയിച്ചിരിക്കുക, മനസ്സിനെ നിന്നും കർമ്മത്തിലേക്ക് വിടുന്നില്ല. കർമ്മം ആഗ്രഹമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് പരമാത്മ ലയിച്ചത് കൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുന്നത്. അവിടെ ആ കക്ഷി ചെയ്യുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. മനസ്സ് എവിടെ ഇരിക്കുന്നു? ഭഗവാനിലിരിക്കുന്നു. അപ്പോൾ പിന്നെ മനസ്സില്ലാത്ത കർമ്മത്തിന് എന്ത് വിലയുള്ളത്? ആരെ കൈകൊണ്ട് എന്തെങ്കിലും കൊന്നാൽ പോലും മനസ്സ് പരമാത്മയിൽ നിന്ന് നമ്മൾ കർമ്മം ചെയ്തിട്ടില്ല. ഇപ്പൊ രാമരാമ രാമരാമ എന്ന് പറയുമ്പോൾ രാമാരാമ ആത്മാവിൽ രമിച്ചിരുന്ന് ചെയ്താലേ ആ കർമ്മത്തിന് ഫലമുള്ളൂ. അതേസമയം രാമ എന്ന് പറയുമ്പം വീട്ടുകാര്യങ്ങളോ നാട്ടുകാര്യങ്ങളോ അടുക്കളപ്പണിയോ ചെയ്തുകൊണ്ടിരുന്നത് രാമരാമ ചെല്ലുക, അതിനകത്ത് യാതൊരു ഫലവും ഇല്ല. അപ്പം മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മത്തിന് ഇതുള്ളൂ. അപ്പം ഈ ലോക ചിന്തയിലേക്കുള്ള കർമ്മത്തിന് മനസ്സ് വേണ്ട, ഭഗവാൻ ലയിച്ചിരിക്കുന്നതിന് മനസ്സ് അവിടെ കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഈ ലോകത്തിലെ കർമ്മത്തിന് മനസ്സിരുന്നാൽ ആ കർമ്മം ചെയ്ത വാസന വരും. അപ്പോൾ നമ്മൾ ഭഗവാൻ തന്നെ എപ്പോഴും നല്ല സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുമ്പോൾ ഈശ്വരൻ തന്നെ അർപ്പിച്ചത് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ 14ാമത്തെ ശ്ലോകത്തിൽ വായിച്ചത് മറന്നുപോയി. ഇനി നമുക്ക് 15ാമത്തെ ശ്ലോകം വായിച്ചായിരുന്നു, മറന്നുപോയി മക്കളെ. ഒന്നുകൂടെ വായിക്കാം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർ ജ്ഞാനം ജ്ഞാനം അപോഹനം ച, അതൊരു വല്ലാത്ത വാക്കാ. സ്മൃതിർ, ഒന്നുകൂടെ ആദ്യം വായിക്കാം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർ ഓർമ്മ, സ്മൃതിർ ജ്ഞാനം അറിവ്, അപോഹനം ച അതായത് ഓർമ്മ അജ്ഞാനം അതും, വേദയിച്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൾ വേദ വിദേവ ച അഹം, അതായത് സർവത്തിൻ്റെയും ഹൃദയസ്ഥാനത്ത് ഞാൻ സ്ഥിതി ചെയ്യുന്നു. അപ്പം അതൊക്കെ പറഞ്ഞാൽ അക്ഷരങ്ങൾ തിരിയത്തില്ല എനിക്ക്, നീട്ടിയൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സർവ്വതിൻ്റെയും ഈ എന്തെല്ലാം ഉണ്ടോ ജീവജാലങ്ങൾ, അതിൻ്റെ ഒരു എല്ലാ പ്രാണികളുടെയും ഹൃദയം ഉണ്ടല്ലോ. ഒരു എറുമ്പിനും പക്ഷിക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ഹൃദയസ്ഥാനമുണ്ട്, ഇല്ലാതിരിക്കത്തില്ലല്ലോ. അങ്ങനെയുള്ള ഹൃദയസ്ഥാനത്ത് ആരാ വസിക്കുന്നത്? പരമാത്മാവ് പറഞ്ഞ് ഞാൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെല്ലാം ആ പരമാത്മാവിൻ്റെ എന്താ പറയുക, അതിന് അരൂപിയായിരിക്കുന്ന ഈശ്വരൻ്റെ ആ പിന്നെ അത് ചൈതന്യം, അത് രൂപമില്ലാത്തതുകൊണ്ട് നമുക്ക് സങ്കല്പിക്കണം സർവത്തിനും ആ ജ്ഞാനം, ആ തേജസ്, അല്ലെങ്കിൽ ഒരു അരൂപിയായിരിക്കുന്ന ആ ചൈതന്യം, ആ പ്രകാശം, ഇതെല്ലാം എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിലുണ്ട്. അപ്പോൾ അതിൽ ജീവാത്മാന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് സർവ്വതിൻ്റെയും ഹൃദയസ്ഥാനത്ത് ഞാൻ, അതായത് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഇത് പറയുന്നത് ആരാണ്? ആ പരമാത്മാവ് തന്നെയാണ് പറയുന്നത്, കൃഷ്ണൻ തന്നെയാണിത് പറയാ. രൂപമെടുത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമാത്മാവ് തന്നെ പറയണം. പരമാത്മാവ് എങ്ങനെ പറഞ്ഞുതരാൻ പറ്റും? അവതാരം എടുത്തൊരു ശരീരമില്ലെങ്കിൽ നാക്ക് വേണ്ടേ പറയാൻ, പിന്നെ വാ വേണ്ടേ പറയാൻ, നമുക്ക് കേൾക്കണമെങ്കിൽ ഇതൊക്കെ ചെവിയൊക്കെ വേണം. അതുകൊണ്ട് എന്തു പറയുന്നു? ഒരു രൂപമെടുത്ത് വന്നു ജഗദീശ്വരൻ, ലോകനാഥൻ. ആ കൃഷ്ണൻ പറയുന്നു ഞാൻ തന്നെ സർവ്വ പ്രാണികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് എന്ത് കൊടുക്കുന്നു? ഈ പ്രാണികൾക്ക് ഓർമ്മയും ഓർമ്മക്കേടും പിന്നെയോ, അതായത് ഓർമ്മയും പിന്നെയോ ജ്ഞാനവും. അപ്പം നമുക്ക് ഓർമ്മയും തരുന്നു, ഓർമ്മക്കേടും തരുന്നു, ജ്ഞാനവും തരുന്നു, അജ്ഞാനവും തരുന്നു. എന്നുവെച്ചാൽ വേണ്ടുന്നവർക്ക് അറിവ് കൊടുക്കും, ജ്ഞാനം കൊടുക്കും, വേണ്ടുന്നവർക്ക് ഓർമ്മ കൊടുക്കും. ഓർത്തിരിക്കാൻ പറ്റാത്ത അധോഗതിയിലുള്ള ചില തമോ ഗുണത്തിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ കുറവും കൊടുക്കും. ഇതെല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിച്ചുകൊണ്ട് വേണ്ടുന്ന രൂപത്തിൽ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കാൻ അറിയാം. നന്മയും കൊടുക്കാനറിയാം, തിന്മയും കൊടുക്കാനറിയാം, ഓർമ്മയും കൊടുക്കാനറിയാം, ഓർമ്മക്കേടും കൊടുക്കാനറിയാം, ജ്ഞാനവും കൊടുക്കാനറിയാം, ജ്ഞാനക്കേട് അജ്ഞാനം അറിവില്ലായ്മ അപ്പം അറിവും കൊടുക്കാനറിയാം, അറിവില്ലായ്മയും. എത്രയോ പേർക്ക് ഒരറിവുമില്ല. ഈ ലോകത്തിലെ അറിവില്ലാത്തവരുണ്ട്, ആത്മീയമായ ഈ അറിവില്ലാത്തവരുണ്ട്, പല രീതിയിലാണ്. അതുകൊണ്ട് ഓർമ്മയും ജ്ഞാനവും അപോഹനവും അല്ലെങ്കിൽ അജ്ഞാനവും മറവിയും. അപ്പം ജ്ഞാനവും ഓർമ്മയും നല്ലതാണ്. എല്ലാ മനുഷ്യർക്കും ജ്ഞാനം വേണം, ഓർമ്മയും വേണം, അതാണ് നന്മ. എന്നാൽ ചിലർക്ക് എന്ത് കൊടുക്കും? അജ്ഞാനം, അറിവില്ലായ്മ, പിന്നെയോ മറവി, ഓർമ്മയില്ലാത്തത്. അപ്പം രാത്രിയും കൊടുക്കും പകലും കൊടുക്കുന്നത് പോലെ ജ്ഞാനം അറിവും കൊടുക്കും, അറിവില്ലായ്മയും കൊടുക്കും, പിന്നെ ഓർമ്മയും കൊടുക്കും, ഓർമ്മക്കേടും കൊടുക്കും. ഇതാണ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ നിന്ന് ഭഗവാൻ പ്രവർത്തിക്കുന്നു. എല്ലാ വേദങ്ങളാലും
അറിയപ്പെടേണ്ടവൻ ഞാനാകുന്നു. പിന്നെ എന്താ പറയുക, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദം. ആ വേദത്തിൻ്റെ പൊരുൾ തന്നെയാണ് ഈ സത്തായ ഈ ഭഗവത്ഗീത. അതിലുള്ളതൊക്കെ തന്നെ ഇതും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടത് ആരെയാ? നമ്മൾ വേദങ്ങൾ പഠിച്ചാൽ അറിയപ്പെടേണ്ടത് അറിവാണ്. വേദങ്ങളെല്ലാം നമ്മൾ ഇപ്പം തന്നെ ഈ ഭഗവത്ഗീതയിൽ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇതെന്താണിത്? അറിവാണ്. ഈ അറിവാണ് നമുക്ക് പരമാത്മാവ്. അറിയാത്തവൻ എങ്ങനെ ആനന്ദം അനുഭവിക്കും? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമുക്കിത് കേൾക്കുമ്പോൾ ഒരു നിർവൃതി ചിലർക്ക് വരൂലായിരിക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നിർവൃതിയും ഒരു അനുഭൂതിയും ഒരു സന്തോഷവും എന്തൊക്കെയായിക്കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് നമ്മുടെ ഉള്ളിലേക്ക്? അതാണ് പരമാത്മാവ്. എന്തുകൊണ്ട് കിട്ടി? ഇത് അറിഞ്ഞപ്പം കിട്ടി. ഇത് വായിക്കുമ്പം കിട്ടുന്നു. എത്രയോ ഭക്തന്മാർക്ക് ഇതാണ്ട് മനസ്സിലാക്കുന്നു. അറിഞ്ഞ് ഇത് വരുമ്പോൾ നമ്മൾ കൃപ കൊണ്ട് നിറയും. ഉള്ളം മൊത്തവും പരമാത്മാവ് കൊണ്ട് നിറയും. എന്താ കാരണം? അറിവങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. പരമജ്ഞാന അമൃതം പാനം ചെയ്ത് അലസാതെ ഈ പരമജ്ഞാനാമെന്ന ഈ അമൃത് ഉള്ളോട്ട് ചെല്ലുമ്പോൾ, പാനം ചെയ്യുമ്പോൾ, കുടിക്കുമ്പോൾ നമ്മൾ ജലം മാത്രമല്ല കുടിക്കുന്നത്, നമ്മൾ അറിവിനെ കുടിക്കണം. ഈ ആനന്ദ അമൃത് പരമജ്ഞാന അമൃതം പാനം ചെയ്ത് എന്തൊരു അലസത മാറും. അവിടെ ആനന്ദം കൊണ്ട് നിറയും. ഉള്ളം മൊത്തവും പ്രകാശിക്കും. എന്തുകൊണ്ടാണ്? ആ അറിവാകുന്ന ആ പരമേശ്വരനായിരിക്കുന്ന ആ പരംപുരുഷൻ, അതായത് ഉത്തമനായിരിക്കുന്ന പുരുഷോത്തമനായിരിക്കുന്ന അതാണ് അറിവ്. ഈ ജ്ഞാനം, ജ്ഞാനേശ്വരനെന്നോ ജ്ഞാനസ്വരൂപനെന്നോ ആനന്ദ സ്വരൂപനെന്നോ ഒക്കെ നമുക്ക് ഈ പരമപിതാവിനെ, ആ ലോകനാഥനെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ ജ്ഞാനമാണ്. ഇത് കേൾക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ ആസ്വദിച്ച് അതിനെ പാനം ചെയ്ത് ഇങ്ങോട്ട് ഇറക്കുക. ആരെ ഇറക്കുന്നത്? പുരുഷോത്തമനെ. മനസ്സിലായോ മക്കളെ? പുരുഷോത്തമൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ആരായി പുരുഷോത്തമൻ? ഈ അറിവ്, ഈ ജ്ഞാനം. ഉത്തമനായിരിക്കുന്ന ഈ ജ്ഞാനം ഇത് കേൾക്കുമ്പോൾ ആരാണ് ഉള്ളുകൊണ്ട് നിറയുന്നേ? അതാണ് പരമാത്മാവ് ഉള്ളിൽ വസിക്കുന്നു പറയാ. വെറുതെ കിട്ടത്തില്ല. ഇത് ഇറക്കണം, ഇത് ആനന്ദിച്ച് ഇറക്കണം, ഇത് അറിഞ്ഞ് ഇത് അമൃതാണ്. ഈ അമൃത് രുചിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി നിറയട്ടെ. അപ്പോഴാര് വസിക്കുന്നു? ഇറങ്ങണമെങ്കിൽ ഒരു കാര്യമുണ്ട്. വേണ്ടാത്ത ചിന്തകളെല്ലാം ഇറങ്ങിപ്പോണം. ഹൃദയശുദ്ധി വേണം. സൽക്കർമ്മങ്ങളായിരിക്കണം ചെയ്യുന്നതൊക്കെ. എല്ലാം കൊണ്ട് നമുക്ക് ഈശ്വരത്തിനോട് സ്നേഹവും എല്ലാം ഉണ്ടായി മാത്രമേ ഇതിനെക്കൊണ്ട് ഇറങ്ങത്തുള്ളൂ. വെറുതെ ഇറക്കാൻ വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ആരാണ് ഇറക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ തന്നെ പറയുന്നത്, എനിക്ക് ഉള്ള അറിവ് മതിയേ മതി, തൃപ്തികരമാണ്. എന്താ? ഉള്ളത്തിൽ വേണ്ടുമ്പോൾ എടുക്കാനുള്ള ആൾ അതിലിരിപ്പുണ്ട്. ഇതൊക്കെ വേറൊരു സപ്താഹമോ മറ്റോ കേൾക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് പറയുന്നത് എന്താ? എനിക്കിത്രയും മതി. എനിക്കിനി വല്ലതും വേണമെങ്കിൽ എൻ്റെ പരമാത്മാവിനെ അറിയാൻ എനിക്ക് തരണമെന്ന്. എനിക്ക് വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നത് പോലെ ഇതിനകത്ത് ദാഹം ഇനിയും വേണമെന്ന് ചിലപ്പോൾ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒത്തിരി പഠിച്ചൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന് അറിയാം ഇത്ര തരണമെന്ന്. ഞാൻ ചോദിക്കുകയൊന്നും വേണ്ട, അദ്ദേഹം തന്നോളും. വേണമെങ്കിൽ എനിക്ക് തൃപ്തികരമാണ്, എല്ലാം തൃപ്തികരമാണ്. ഇത് തന്നെ ഞാൻ ചോദിച്ചെന്ന് വാങ്ങിയില്ല, തന്നെ വന്ന് ചേർന്നതാ ഉള്ളത്തിലേക്ക്. അതുകൊണ്ട് ഈ പരമജ്ഞാനമായ അമൃത് ഈ ഏത് വേദങ്ങൾ പഠിച്ചാലും 4 വേദത്തിലും ഉള്ളതെല്ലാം ആരാണ് അറിയപ്പെടേണ്ടവൻ? അറിവാണ്. വേദങ്ങൾ മൊത്തം പഠിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം അറിവുണ്ടാകും. ആ അറിവിൻ്റെ അമൃതാണ്, സത്താണ് ഈ ഭഗവത്ഗീത. അപ്പോൾ നമുക്ക് ഇത് വായിച്ചാൽ മതി, നിറഞ്ഞോളും. ഒരുപാട് ഗ്രന്ഥം ഒരുപാട് സമയം നോക്കിയിട്ട് വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെ പ്രവൃത്തി നന്നായി, നമ്മളെ ഹൃദയശുദ്ധിയും വന്ന് എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിൽ അതായത് എല്ലാത്തിൽ നിന്നും വിരമിക്കണം. ഈ ലോക വാസനകളെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഈശ്വരനെ മാത്രം മതിയെന്ന് പിടിച്ചും കൊണ്ട് മറ്റതെല്ലാം തൃപ്തികരമാക്കുക. ഇത് നല്ല തൃപ്തികരം വന്നോളും. ഒന്നിലേക്കും ഭ്രമിക്കാതെ ഈ പരമേശ്വരത്തിന് ഉത്തമനായിരിക്കുന്ന എനിക്ക് പുരുഷോത്തമൻ മതി എന്ന് ആര് മനസ്സിലുകൊണ്ട് ചിന്തിച്ച് എടുക്കുന്ന അവർക്കുള്ള ഉള്ളത്തിൽ ഈ അറിവ് നിറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് വരും? ഇത് തന്നെ ധാരാളം മതി. ഇത്രയും കേട്ടാൽ തന്നെ മതി. ഇത് തന്നെ നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ നാളെ ഇതൊന്നുകൂടെ കേൾക്ക്, ഇന്നങ്ങ് മറന്നു പോകണമെങ്കിൽ. അപ്പോൾ ഈ 4 വേദങ്ങളൊന്നും പഠിച്ചിട്ടൊരു കാര്യവുമില്ല. ഉള്ള അമൃത് നമ്മൾ കൈക്കലാക്കുക, അത് അനുഭവിച്ച് ഉള്ളതിലാക്കുക. ആ അറിവാകുന്ന പുരുഷോത്തമനെ നമ്മൾ നിറയുക. അപ്പോൾ ആ പുരുഷോത്തമനെ അറിയാൻ നമുക്ക് എന്ത് വേണം? അറിവ് വേണോ? അതല്ല 4 വിധ ചതുർവിധ ആഹാരം വേണോ? ഇതിന് എന്താ ഈ ശരീരത്തിന് വേണ്ടത്? അത് അവിടെ തന്നോളും. അത് മുറപ്രകാരം തന്നോളും. നമ്മൾ ചോദിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് ആത്മജ്ഞാനത്തിൻ്റെ അറിവും കിട്ടും, അതും ആഹാരമാണല്ലോ.
ശരീരത്തിൻ്റെ ആഹാരവും ഭഗവാൻ അറിയാൻ തരാന്. അതുകൊണ്ട് എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാനാകുന്നു. അപ്പോൾ എന്തൊക്കെ വായിച്ചാൽ എന്താ, അറിവാണല്ലോ. അറിയപ്പെടേണ്ടവൻ ഒരേ ഒരു വ്യക്തി തന്നെയാ, പരമാത്മാവ് തന്നെയാ. അതുകൊണ്ട് എത്രമാത്രം വേദങ്ങൾ നാലും പഠിച്ചാലും വേദിച്ചാലും 6 ശാസ്ത്രത്തെയും വാദിക്കാം ബോധം ഉദിക്കില്ല, അതുകൊണ്ട് നാദത്തെ കേളടി ജ്ഞാനപ്പെണ്ണേ. അപ്പോൾ വാദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം പഠിച്ച് കുറേ അങ്ങ് അറിവാണ്. ആര് ചോദിച്ചാലും ഉടനെ ഉത്തരം പറയാം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാം. തർക്കങ്ങൾക്ക് വേണ്ടി വാദിക്കാം. ബോധം ഉദിക്കണമെങ്കിൽ എന്ത് വേണം? ഈ നാദം കേൾക്കണം. ഇതെന്താ ഈ പറയുന്നത്? ഇച്ചിരി മതി. ഈ നാദത്തെ കേളടി ജ്ഞാനപ്പെണ്ണെ, ജ്ഞാനമാകുന്ന അറിവാകുന്ന പെണ്ണെ, ഇതങ്ങോട്ട് ഉൾക്കൊള്ളൂ. അല്ലാതെ വേദങ്ങൾ 4 പഠിച്ചിട്ടോ 6 ശാസ്ത്രം പഠിച്ചിട്ടോ ബോധം ഉദിച്ചില്ലെങ്കിൽ എന്താ അതിനുള്ള ഫലം? ഇന്ന് ശാസ്ത്രം പഠിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പണ്ഡിതന്മാർ ഒരുപാട് ലോകത്തുണ്ട്. പക്ഷേ ഈ ബോധം ഉദിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപയും കൂടെ വേണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളാനും ആ പുരുഷോത്തമ ഉള്ളിൽ നിറഞ്ഞിരുന്ന് പ്രവർത്തിക്കാനും എന്നിട്ട് ബോധം ഉദിക്കണം, ബോധോദയം വരണം. അപ്പോഴേ നമുക്ക് മതിയാവൂ, തൃപ്തിയാവൂ. ഇല്ലെങ്കിൽ പോരാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പഠിക്കാൻ ഇറങ്ങിപ്പോകും. ഈ ലോക ചിന്തയിലുള്ള ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ സ്വർണ്ണമോ പണമോ ഒക്കെ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഒരിക്കലും എത്ര കിട്ടിയാലും തികയില്ല. അത് പോരാന്ന് പറഞ്ഞാൽ ഇറങ്ങി ചാടുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. യഥാർത്ഥമായതിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പരക്കം പായും. അവിടെ പോയാൽ ആ അമ്പലത്തിൽ പോയാൽ ഇത്ര കിട്ടുമോ, ഇങ്ങപ്പുറത്തെ അമ്പലത്തിൽ പോയാൽ ഇത്ര കിട്ടുമോ, ഈ സപ്താഹം കിട്ടാൻ ഇത്തിരി കൂടുതൽ കിട്ടുമോ, വേറൊരു സപ്താഹം അത്ര വലിയ വലിയ മഹാത്മാക്കളാണ് അവിടെ പോയി കിട്ടുമോ? ഇതെന്താ കാരണം? എങ്ങൊന്നും കിട്ടി നിറയുന്നില്ല. യഥാർത്ഥത്തെ ഉൾക്കൊണ്ട് ഗ്രഹിക്കാനുള്ള കഴിവുമില്ല. യഥാർത്ഥ ജ്ഞാനോട്ടാരും കൊടുത്തതുമില്ല. പിന്നെ എങ്ങനെ നിറയും? നമ്മൾ നിറഞ്ഞെങ്കിലല്ലേ നമുക്ക് വയറ് നിറയണ്ടേ? ആത്മീയമായ ദാഹം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വാക്ക് മതി നിറയാൻ. ഒരുപാടൊന്നും കേൾക്കണ്ട, ഒരു ശകലം മതി. ആ പരബ്രഹ്മമൂർത്തിയെ ഒന്ന് മനസ്സിലിരുത്തി ഒരു വാക്ക് കേട്ടാൽ മതി. അപ്പോൾ തന്നെ നിറഞ്ഞോളും. ശക്തി ഉണ്ടാകും, പവർ ഉണ്ടാകും. അതുകൊണ്ട് ഒരുപാട് കണ്ടിട്ടോ കേട്ടിട്ടോ പഠിച്ചിട്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ ജ്ഞാനം വർദ്ധിക്കാൻ ഭഗവാനിൽ ചേർന്ന് ലയം പ്രാപിച്ചൊരു യോഗിയായി തീരുക. അതുകൊണ്ട് അറിവിനെല്ലാം, അതായത് എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാനാകുന്നു, ഈ ഒരേ ഒരു പരമാത്മാവാകുന്നു. പിന്നെയോ അറിവിനെല്ലാം അന്ത്യം വരുത്തുന്നതും അറിവിനെ അറിയുന്നവനും ഞാൻ തന്നെ. ഈ അറിവിനെല്ലാം അന്ത്യം വരുത്തും ഭഗവാൻ. എന്നുവെച്ചാലേ എത്രത്തോളം അറിവ് സമുദ്രം പോലെ ഒരിക്കലും തീരില്ല. എന്നാൽ എനിക്ക് അന്ത്യം വരുത്തി ഭഗവാൻ. എനിക്ക് മതി, ഇത്രയും മതി. ഈ ജന്മം എനിക്ക് തീർത്ത് എല്ലാം എനിക്ക് സഫലമാണ്. ഈ ലോക വിഷയങ്ങൾ, ഈ ലോകത്ത് വേണ്ടുന്ന ആഹാരമോ മറ്റെന്താണെന്ന് വെച്ചാൽ അതും തൃപ്തികരമാണ്, ഒന്നും വേണ്ട. പിന്നെ ഇവിടെ ഈ ആത്മീയമായ അറിവ് അല്ലെങ്കിൽ ഈ ആത്മീയ ആഹാരം അതും എനിക്ക് തൃപ്തികരമാണ്. ഒന്നും കൂടെ വേണമെന്ന് ഒരു താല്പര്യവും ഇല്ല. ഇത്ര തന്നെ ധാരാളം. വയറ് നിറഞ്ഞിരിക്കുക. ഇനി എവിടെ കൊള്ളാനാ? ആവശ്യത്തിന് പോരെ, എനിക്കത് മതി. അത് ഇനി എനിക്ക് വിശപ്പ് ഉണ്ടാവുന്നുണ്ട് എനിക്ക് അറിവില്ല. എനിക്കിപ്പോൾ ഇത് മതി. എനിക്കിനി വിശപ്പ് ഉണ്ടാവുന്നെങ്കിൽ ഉള്ളത്തിൽ ആ പുരുഷോത്തമൻ വന്നിരുന്ന് ചെയ്ത് തന്നോളും. എനിക്കൊരു ഭയവുമില്ല. എങ്ങും പോയി കിട്ടണമെന്ന് ഒരു ഇതുമില്ല. എപ്പോൾ എന്തെങ്കിലും അറിവ് വേണോ അതവിടെ കിട്ടും. വേണമെങ്കിൽ എനിക്കിപ്പോൾ വേണ്ടാലോ. അതാണ് ഇവിടെ പറയുന്നത്. അറിവിനെ എല്ലാം അന്ത്യം വരുത്തുന്നതും പിന്നെയോ അറിവിനെ അറിയുന്നവനും ഞാൻ തന്നെ. അപ്പോൾ ഈ അറിവിനെ അറിയുന്നത് എവിടുന്നാ? എൻ്റെ ഉള്ളത്തിലിരുന്ന് ഭഗവാൻ അറിയിച്ച് തരുന്നു. എൻ്റെ ഉള്ളത്തിലിരുന്ന് അറിവിനെ മതിയാക്കിയും അന്ത്യവും വരുത്തുന്നു. ഇത് രണ്ടുമുണ്ട്. ഇതിങ്ങനെ മറ്റുള്ള കൊടുക്കാൻ വേണ്ടി അറിയിച്ച് കൊടുക്കാനും ഭഗവാൻ തരുന്നു. എനിക്ക് തൃപ്തികരമാണ്, എനിക്ക് കിട്ടണമെന്നില്ല, അത് കൊടുക്കുക. അപ്പം എന്താ, എല്ലാം തൃപ്തികരമാണ്. ഉള്ളതിനെ കൊടുക്കുന്നു, പങ്കുവെച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഉള്ള തൃപ്തികരമാണ് താനും. അത് ആർക്കെങ്കിലൊക്കെ നിറയാത്തവൻ എങ്ങനെ കൊടുക്കും? നമുക്ക് ആഹാരമായാലും വസ്ത്രമായാലും പണമായാലും എല്ലാം നമുക്ക് കണ്ട് തിന്നും കുടിച്ചും കണ്ടും കേട്ടൊക്കെ നിറയണ്ടേ? നിറഞ്ഞെങ്കിലല്ലേ ആഗ്രഹിച്ച് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുക, പിന്നെ ഇങ്ങോട്ട് കൊള്ളില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുക. അതാണ് ഇത് രണ്ടും. അതാണ് ഇവിടെ അറിവിനെല്ലാം അന്ത്യം വരുത്തുന്നതും അറിവിനെ അറിയുന്നവനും ഞാൻ തന്നെ. അപ്പോൾ ഇപ്പം ഞാൻ അറിവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെ കൊടുക്കുമ്പോഴാണല്ലോ അത് അറിയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഭഗവാൻ പരമാത്മാവായ ജഗദീശനും പുരുഷോത്തമനാണ്. ആ പുരുഷോത്തമനെ നമ്മൾ എല്ലാവരും ഉള്ളിൽ അങ്ങ് വെച്ചാൽ ഈ ലോകത്തും ഈ ആത്മീയ ലോകത്തും ആത്മലോകത്തും ഇഹ പരം ഇവിടെയും അവിടെയുള്ള ഒന്നിനും നമുക്ക് ഒരു മുട്ടും ഉണ്ടാവില്ല.
ആ പരമേശ്വരൻ അറിയാൻ നമുക്ക് എന്ത് വേണമെന്ന്. നമുക്ക് തൃപ്തികരമാകണമെങ്കിൽ പരമാത്മാവിനെ ഉള്ളത്തിൽ വഹിച്ചേ പറ്റൂ. അല്ലാതെ നമുക്ക് യാതൊരു നിറവും കിട്ടത്തില്ല. ഉറപ്പായ കാര്യമാണ് അത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുക മക്കളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എത്രയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ധ്യാനിക്കുകയും ഭഗവാനെ പുകഴ്ത്തുകയും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വയറ് നിറയുന്ന രീതിയിലുള്ള സൽപ്രവർത്തികളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും. ആരാധനയും സ്തുതികളും യോഗിയാവാൻ ധ്യാനിക്കുകയും കൂടെ ചെയ്യുക. യോഗി എന്ന് വെച്ചാൽ രണ്ടും ഒന്നാവുക. ഭക്തൻ ഭഗവാനിലും ഭഗവാൻ ഭക്തനിലും ആകുന്ന ഒന്ന്. അതായത് ഞാൻ പിതാവിലും പിതാവ് എന്നിലെന്ന് കർത്താവായ യേശുദമ്പുരാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞ, എന്നിൽ ഭക്തനും ഭക്തനിൽ ഭഗവാൻ. അത് ഭഗവാൻ ഭക്തനിലും, അതിപ്പോൾ ഞാൻ ഒരു ഭക്തനാണെങ്കിൽ ഭഗവാൻ എന്നിലും ഉണ്ട്, ഞാൻ ഭഗവാനിലും ഉണ്ട്. അതങ്ങനെ വസിക്കേണ്ട. അതാ ഒന്ന്. അതാ യോഗി. യോഗി എന്ന് പറയുന്നത് എന്താണ്? യോഗം, ചേർച്ച, ഒന്നാവുക, ലയിക്കുക. ഇതാണ്. അതെപ്പോൾ നമ്മൾ ആകും അപ്പം പിന്നെ എല്ലാം നിറയും. എല്ലാത്തിനും നിറവുണ്ടാകും. ഒന്നും വേണം തോന്നത്തില്ല. നിറഞ്ഞാൽ പിന്നെ നമുക്കുള്ള ലക്ഷ്യം എന്താ? ആർക്കും ഉള്ളത് പങ്കുവെച്ച് കൊടുക്കണമെന്നല്ലേ? അത്രയേ ഉള്ളൂ. നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനിയും വേണം തോന്നത്തില്ല. നിറയാത്തത് എന്തുകൊണ്ടാണ്? ഈശ്വരൻ ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. ഉള്ളിലായാലും എന്തുവരും എല്ലാം നിറയും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എപ്പോഴും എനിക്ക് ഒന്നുകൂടെ ഞാൻ പറയേണ്ട മക്കൾക്ക് വേണ്ടി പറയുവാണ്, എല്ലാവരും കൃത്യനിഷ്ഠയോടുകൂടി ഈശ്വരനെ ധ്യാനിക്കുകയും ഒരു സമയം നിശ്ചയം വെക്കണം. ഇത്ര മണിക്ക് എൻ്റെ ജോലികളെല്ലാം ഇതിന് പുറമേയുള്ള നമുക്ക് ഗൃഹസ്ഥാശ്രമങ്ങളല്ലേ, നമുക്ക് മക്കളെയും കുട്ടികളെയും അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഭാര്യയും അന്വേഷിച്ച് കൊടുക്കണം. ഒരു ഭർത്താവിൻ്റെ ചുമതലയാണല്ലോ. ഇതെല്ലാം ഇത് ഒരു പുരുഷന് കേൾക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല, എന്നാൽ കേൾക്കുന്നവരും ഉണ്ട്. എന്നാൽ അത് എന്താ വെച്ചാൽ പുരുഷന്മാർക്ക് സാധാരണ തോന്നലുണ്ട്, എല്ലാ പുരുഷന്മാർക്കും എല്ലാം അറിവുണ്ട്, സ്ത്രീകൾക്ക് അറിവ് കുറവാണെന്ന് ചിലർ ചിന്തിക്കുന്നവർ കാണും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്ന പുരുഷന്മാരായാലും വീട്ടിലെ ഗൃഹനാഥയായാലും ജോലികളെല്ലാം ഒതുക്കിയിട്ട് എനിക്ക് ഇത്ര മണിക്ക് എൻ്റെ ജോലി തീർക്കണം പെട്ടെന്ന്, എന്നിട്ട് എനിക്കിതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. ഈ ഒരു ഗ്രന്ഥം വായിക്കണം. ഒരുപാട് ശാസ്ത്രം പഠിക്കണം. നിസാരമെന്ന് നമ്മൾ കൊച്ചൊരു പുസ്തകം അന്നന്ന് കിട്ടുന്ന നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം. എന്തിനാ? ഇഴിഞ്ഞിറങ്ങും, ആത്മാവിൽ ഇഴിഞ്ഞിറങ്ങും ഈ വചനം. അപ്പോൾ ആനന്ദം കൊണ്ട് നിറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് വരും? ഇഴിഞ്ഞിറങ്ങിക്കൊണ്ട് ഇതൊക്കെ കഥകൾ കഴിയുമ്പോൾ അടച്ചോണം. വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയാണ് ഇരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കഥ അടച്ചിട്ട് നമുക്ക് ശ്രദ്ധ, അയ്യോ ആരും വരുമോ. അതുകൊണ്ട് നമുക്കുള്ള ജോലി തീരുമ്പോൾ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ പിന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കൊരു മുറിയിൽ എവിടെയെങ്കിലും പോയിരുന്നത് സമാധാനത്തിൽ ജോലിയെല്ലാം തീർത്ത് ആദ്യം ഇത് കുറച്ച് ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ ആവാമല്ലോ, ഇന്ന് പഠിച്ചത് ഇത്രയും മനസ്സിലാക്കി. ഞാൻ പഠിപ്പിച്ച ഗുരുവൊന്നുമല്ല, എന്നെ കൊണ്ടൊക്കുന്ന ഞാൻ ചെയ്തു തന്നു. അത് എനിക്ക് തൃപ്തികരമാണ്. മക്കളെ നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് എനിക്കറിയില്ല, എനിക്ക് സന്തോഷമാണ്. ഇത് നമ്മൾ ഇങ്ങനെ വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് മടക്കി അങ്ങ് വയ്ക്കണം. എന്നിട്ട് തന്നെ ധ്യാനിക്കണം. ഇങ്ങനെ ഒരു ചിന്തയില്ല, എന്തൊരാനന്ദമാണ്. ഇങ്ങനെ ധ്യാനിച്ചിരിക്കണം. ആ ധ്യാനത്തിൽ കൂടി ലയം പ്രാപിച്ച ഭക്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ധ്യാനിച്ച് ഒന്നാവാം ഈശ്വരന് നമ്മൾ ലയം പ്രാപിക്കും. കർപ്പൂരവും തീയും കൂടെ കത്തി ലയിച്ച് ശൂന്യമാകുന്നത് പോലെ അവിടെ പിന്നെ എന്താ ഒരു നിർവൃതി, ആ ഒരു ആനന്ദം. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ ആർക്ക് കുറേശ്ശെ പ്രാർത്ഥിക്കൂ, അപ്പോൾ ഇതൊക്കെ തനിയെ വന്നോളും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.